റബീഉൽ ആഖിർ 470 മഹാനവറുകൾ ജനിക്കുന്നത്. അവിടുത്തെ ഉമ്മയുടെ ഏറ്റവും അവസാനത്തെ കുട്ടിയാണ്. ഉമ്മാക്ക് 63 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 63 വയസ്സിലാണ്. അല്ലാഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ ഉമ്മ പ്രസവിക്കുന്നത് 63 വയസ്സിലാണ്. അങ്ങനെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടെ ജനിക്കുമ്പോൾ മഹാനവറുകളുടെ കുടുംബം അബൂ സ്വാലിഹ് എന്ന ഉപ്പയും ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന ഉമ്മയും ബഹുമാനപ്പെട്ടവർക്ക് ജന്മം നൽകുന്നു. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവായും ആണോവർ. സയ്യിദവർ തായും ബാവായും. തായും ബാവായും എന്ന് പറഞ്ഞാൽ ഉമ്മയുപ്പയും. ഔസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉമ്മയും ഉപ്പയും അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അവരുടെ കുടുംബത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായും പരമ്പരയിൽ ബന്ധമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജനിക്കുന്നത് റമളാൻ 1 മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തോടാത്തോവർ. ഔസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ റമളാൻ 1 ജനിച്ചു. ആ പിഞ്ചുകുട്ടി ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിക്കുന്നില്ല. അങ്ങനെ 30 ദിവസം 1 മാസം ഔസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിക്കുന്നില്ല. വഅസ്ബിതല്ലിൽ ഔലിയാ കറാമ വമൻ നഫാഹാ ഇംബിദൻ കലാമ. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അത് ജനിച്ചപ്പോൾ തന്നെ അത്ഭുതമാണ്, ജനിക്കുമ്പം തന്നെ കറാമത്താണ്. കാരണം ഔസുൽ ആലം ജനിക്കുമ്പോൾ ആരാണെന്നറിയോ? ബാവാമോദുവിന്ന് ഖുതുബായി വന്നോവർ വനം മാതളിലോം കളി നീറഞ്ഞോവർ. ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഖുതുബ. ജനിക്കുമ്പോ എങ്ങനെ ഖുതുബാകുക? വലിയും ശൈഖും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഖുതുബായി ജനിക്കുമ്പം തന്നെ ഖുതുബാണെന്നോ? ഇസ്ലാമിനെ പരിചയമുള്ളവനതിന് അതിൽ സംശയിക്കേണ്ടതില്ല. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാ നബിയായത്? ഖുതുബ് എന്ന പദവിയേക്കാൾ എത്രയോ വലിയ പദവിയല്ലേ നുബുവത്തിന്റെ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന നബിയുൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, ഞാൻ നബിയായത് എപ്പോഴാണെന്നറിയോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയാണ്. അതായത് നബി തങ്ങളുടെ ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പടച്ചിട്ടുണ്ടല്ലോ. ആ ഹബീബ് ജനിക്കുന്നതിന്റെ മുമ്പ് നബിയാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാം ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ
അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. അങ്ങനെ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ജനിക്കുമ്പം തന്നെ ഖുതുബായി കൊണ്ട് ജനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തർബിയത്തിലായി നമ്മളെ വളർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഗൗസുൽ ആലം അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി. മഹാനവറുകളുടെ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കില്ല. ഗൗസുൽ ആലമിന് 18 വയസ്സ് പൂർത്തിയായപ്പോൾ അവിടുത്തെ വിജ്ഞാനത്തിന്റെ ദാഹം മൂർച്ഛിക്കുകയാ, വിജ്ഞാനം പഠിക്കാനുള്ള ആഗ്രഹം കൂടുകയാണ്. ബഹുമാനപ്പെട്ടവരുമ്മയോട് സമ്മതം വാങ്ങിക്കൊണ്ട് ഗൗസുൽ ആലം തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സമ്മതം വാങ്ങിക്കൊണ്ട് അതേ ഇറാനിന്റെ മണ്ണിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇൽമ് പഠിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഗൗസുൽ ആലം പോകാനിരിക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ 80 ദീനാർ എടുത്തുകൊണ്ട്, 80 സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് ഗൗസുൽ ആലമിന്റെ കയ്യിൽ കൊടുക്കുന്നു. ശീലമുള്ള കുട്ടി 40 ദിനാർ ഉമ്മാക്ക് തന്നെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് ഉമ്മയുടെ സമ്മതപ്രകാരം വലിയത്തായ ആ മഹദിക്കറിയാം, ഇനി ദുനിയാവിൽ വെച്ച് ഈ രൂപത്തിൽ എന്റെ മകനെ ഞാൻ കാണില്ല. കാരണം എന്റെ മകൻ ഇന്ന് പോയാൽ നാളെ തിരിച്ചു വരില്ല. മഹാനായ ഗൗസുൽ ആലമിന്റെ ജീവിതം മനസ്സിലാക്കിയ ഉമ്മ കണ്ണീരോടെ യാത്ര നടക്കുമ്പോൾ, കണ്ണീരോടെ ഉമ്മ യാത്രയപ്പ് നൽകുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് പറയാണ്, മോനെ, കളവ് പറയാൻ പാടില്ല. മുഅ്മിനീങ്ങൾ കളവ് പറയാറില്ല. ഇറാനിൽ നിന്ന്, ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോകുന്ന യാത്രാ സംഘത്തോടുകൂടെ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കൂടുന്നു. അങ്ങനെ ദിവസങ്ങളുള്ള യാത്രയിൽ അതേ ഇറാനിന്റെയും ബഗ്ദാദിനും ഇടയ്ക്കുള്ള ഹമദാൻ എന്ന പ്രദേശത്ത് അവർ തമ്പടിക്കുകയാണ്. അല്പ ദിവസം വിശ്രമിച്ചതിനു ശേഷം പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും അവിടുത്തെ യാത്രാ സംഘവും അങ്ങ് ബഗ്ദാദിലേക്ക് തിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ ഹമദാൻ അങ്ങ് വിട്ടപ്പോൾ അല്പമങ്ങ് നടന്നപ്പോൾ ഒരു യാത്രാ സംഘത്തെ കാണുകയാണ്. ഒരു കൊള്ള സംഘത്തെ കാണുകയാണ്. ഒരു കൊള്ളത്തലവന്റെ കീഴിൽ ജോലിയെടുക്കുന്ന ഒരുപാട് കൊള്ളക്കാരുണ്ട്. അവര് യാത്രാ സംഘത്തെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ള മുതൽ മുഴുവൻ കൊള്ളയടിക്കുന്നു. എല്ലാം ചോർത്തിയെടുത്തതിന്റെ ശേഷം ബഹുമാനപ്പെട്ട 18 വയസ്സുകാരനായ ഗൗസുൽ ആലമിനോട് ചോദിക്കുന്നു, അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ഉണ്ട് എന്ന് പറയാനിരിക്കുമ്പോഴേക്ക് കൊള്ളത്തലവൻ പോയി. അവസാനം പിന്നിൽ വന്നവര് ചോദിച്ചു, വല്ലതുമുണ്ടോ? അതേ, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി പറയാണ്. 18 വയസ്സായ ചെറുപ്പക്കാരാലോചിച്ചു, ജീവിതത്തിൽ എത്ര കളവ് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ. അള്ളാഹു നമ്മുടെ നാവിനെ നന്നാക്കി തെരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുട്ടി പറയാൻ, അതേ, എന്റെ കയ്യിലുണ്ട് 40 സ്വർണ്ണ നാണയം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഘം ഇദ്ദേഹത്തെ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പിടിച്ചുകൊണ്ട് നേരെ കൊള്ളത്തലവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, അതെ, എന്റെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഗൗസുൽ ആലമിനോട് കൊള്ളത്തലവൻ ചോദിക്കുകയാണ്,
ആരും കാണാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ ഷർട്ടിന്റെ കക്ഷഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ചു വെച്ച ഈ സ്വർണ്ണ നാണയത്തെക്കുറിച്ച് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുറപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കതിനെക്കുറിച്ച് വിവരം തന്നതെന്ന് ചോദിച്ചപ്പോൾ കളവ് പറയരുതെന്നുമ്മ ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവാർ. ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്നോടെന്റെ മാതാവ് പറഞ്ഞിരുന്നു, കളവ് പറയാൻ പാടില്ല, കളവ് പറയൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണമല്ല എന്നെന്റെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കനുസരിച്ചതാണ്. എന്നെ നൊന്തു പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്കുകൾ അത് ധിക്കരിക്കാൻ എനിക്കാവില്ല. സുബ്ഹാനല്ലാഹ്. ആ കൊള്ളത്തലവനും സംഘവും ഔസുൽ അഅ്ലമിന്റെ കാലിൽ വീഴുന്നു. കരഞ്ഞുകൊണ്ടവര് പറയുന്നു, ഞങ്ങളുടെ രാജാതിരാജനായ വെള്ളം തന്ന് ഭക്ഷണം തന്ന് വായു തന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന റബ്ബിന് പോലും ധിക്കരിക്കുന്നവരായല്ലോ. അങ്ങ് അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്കിന് പോലും ധിക്കാരം കാണിക്കുന്നില്ല. സഹോദരന്മാരെ, ആ ജനങ്ങൾ മുഴുവൻ ഔസുൽ അഅ്ലമിന്റെ മുമ്പിൽ വെച്ചങ്ങ് നന്നായി. എന്തേ കാരണമെന്നറിയോ? ഔസുൽ അഅ്ലം ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, അതേ എന്റെ കയ്യിലൂടെ ആദ്യമായി ജനങ്ങൾ നന്നായത് ആ കൊള്ളസംഘം തന്നെയാണ്. എന്റെ കരങ്ങളിലൂടെ ആദ്യമായി വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്നത് ആ സംഘം തന്നെയാ. എന്താണതിന് കാരണമെന്നറിയോ? അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയേനി ലനെ കൊടുത്തോവാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാ? അവരുടെ നോട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവർ കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ, അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഒരു മനുഷ്യനെ ചേർത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണിന് കറാമത്ത് കൊടുക്കും, അവരുടെ കരങ്ങൾക്ക് കറാമത്ത് കൊടുക്കും, അവരുടെ നാവിന് കറാമത്ത് കൊടുക്കും, അവരുടെ കാലിന് കറാമത്ത് കൊടുക്കും. അവര് അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ടെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔസുൽ അഅ്ലം ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അവിടുത്തെ ഉഖറവിയായ മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഔസുൽ അഅ്ലമിന്റെ കറാമത്തുള്ള കരങ്ങളിലൂടെ എത്ര ആളുകൾ നന്നായെന്നറിയോ? എത്ര ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, എത്ര നാടുകൾ സുന്നത്ത് ജമാഅത്തിന് വളക്കൂറുള്ള മണ്ണായി, എത്ര ആളുകൾ സാധാരണക്കാരായ ജനങ്ങൾ വിലായത്തിന്റെ ഉന്നതമായ പദവി കരസ്ഥമാക്കിയെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ചത്തേ ചാകത്തിന് ജീവനിടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ. ഔസുൽ
ആലമിന്റെ പേരാണല്ലോ മുഹീദ്ദീൻ എന്നവിടത്തെ സ്ഥാനപ്പേരാ. ദീനെ ജീവിപ്പിക്കുന്നവൻ എന്നവിടത്തെ അപരനാമമാണ്. ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? എത്രയോ നാടുകൾ ഇസ്ലാമിലേക്ക് വന്നു, എത്രയോ ജനങ്ങൾ ദീനിലേക്ക് വന്നു. എല്ലാറ്റിനും കാരണം അവിടത്തെ കറാമത്ത് തന്നെ.